ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതൊരു മാർച്ച് അവസാനം ഏപ്രിൽ ആ ഒരു ടൈമിലെടുത്ത വീഡിയോ ആണ് കേട്ടോ. അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൻ്റെ ഉത്സവത്തിൻ്റെ ഒരു വ്ളോഗാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ സ്വന്തം കോവിൽ തന്നെ പറയാം. കാരണം കുഞ്ഞിലെ മുതൽ ഞാൻ ഉത്സവം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഓടി നടന്ന് ഡാൻസ് പാട്ട് ഇതൊക്കെ ഓടി വന്ന് സ്റ്റേജിൽ ഓരോ പ്രോഗ്രാം കാണുന്നതും അതൊരു പ്രത്യേക വൈബാണ് അല്ലേ. അതെല്ലാവർക്കും അങ്ങനെ തന്നെയായിരിക്കും അവരവരുടെ കോവിലെ ഉത്സവം എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് തോറ്റമ്പാട്ടുകാരിരിക്കുന്ന സ്ഥലമാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ കുത്തിയോട്ട പിള്ളേരാട്ടോ. അതായത് ഒരു ഇപ്രാവശ്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, 10-15ഓളം കുത്തിയോട്ട പിള്ളേരുണ്ടായിരുന്നു. അതായത് അവർക്ക് ഒരുപാട് ദൂരം നടക്കാനുണ്ട്, അതുകൊണ്ട് തന്നെ ഫാനൊക്കെ ഇട്ട് അവരിപ്പോഴേ ഇരിക്കുവാണ്. അപ്പോൾ കോവിലിനകത്ത് ശിവേലി ഇതാ നടക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷമേ ആനയുടെ മേലിൽ തിടമ്പ് കയറ്റത്തുള്ളൂ. അപ്പോൾ ഇതാണ് കേട്ടോ തിടമ്പ്. ഞാനും ആദ്യമായിട്ടാട്ടോ തിടമ്പ് ഇങ്ങനെ അടുത്ത് വെച്ച് കാണുന്നത്. ഇനി കോവിലിനകത്ത് ദേവിയുടെ വിഗ്രഹം കൂടെ എടുത്തിട്ടായിരിക്കും തിടമ്പ് കയറ്റുക. ഓക്കെ, അപ്പം ഇത് ആനയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ആനയ്ക്ക് എന്തോ ഒരു പെശകുണ്ടായിരുന്നു കേട്ടോ. കാരണം ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ്. അതിൻ്റെ കാലിൽ കുറേ കങ്ങലൊക്കെ ഇട്ടിട്ടുണ്ട്. പാവം തോന്നി എനിക്ക് സത്യം പറഞ്ഞാൽ. ആ ചൂടത്ത് ഞങ്ങൾക്ക് നിന്നിട്ട് പോലും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു, അമ്മാതിരി ചൂടായിരുന്നു. അപ്പോൾ പിന്നെ ആനയുടെ കാര്യം പറയണ്ടല്ലോ. അപ്പോൾ അതാ ഇവിടെ എഴുന്നള്ളത്തിനുള്ള എല്ലാ കാര്യങ്ങളും ആയിട്ടുണ്ട്. മറ്റേ തീയൊക്കെ കണ്ടില്ല, തീപ്പന്തം, അതെ തീപ്പന്തം കാര്യങ്ങൾ. ചെണ്ടമേളക്കാരൊക്കെ അത് ആദ്യമേ മുന്നോട്ട് പോവുകയാണ്. ഇനി ഇത് ആനയുടെ മുകളിൽ ഇതാ തിടമ്പ് കയറ്റി കഴിഞ്ഞു കേട്ടോ. നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ഇടയിൽ നിന്ന് എങ്ങനെയൊക്കെ എടുത്തതാണ് കേട്ടോ ഈ വീഡിയോ. അപ്പോൾ തിടമ്പ് കയറ്റിയത് ആന ഇറങ്ങാൻ സമയമായിട്ടുണ്ട്. അപ്പം ആന ഇറങ്ങും, അതിൻ്റെ കൂടെ കുത്തിയോട്ടം കാണും, ചെണ്ടമേളം എല്ലാം കാണും കേട്ടോ. എനിക്ക് എടുക്കാൻ പറ്റുന്ന രീതിക്ക് മാക്സിമം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കോവിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ആന. ദേവി പുറത്ത് എഴുന്നള്ളിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുത്തിയോട്ട പിള്ളേർ കാണും. പിന്നെ അതിനകമ്പടി സേവിച്ച് ചെണ്ടമേളക്കാരും എല്ലാവരും ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ആ ഒരു വീഡിയോ കേട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ കുറച്ച് നിങ്ങൾക്ക് കാണാം. പിന്നെ ആ പരിസരത്ത് ഈ കോവിലിന് പരിസരത്തുള്ള എല്ലാ ആൾക്കാരും ഈ പടുക്ക വയ്ക്കുമല്ലോ, ഈ പടുക്ക വെച്ച് അവർക്കപ്പം തന്നെ പടുക്ക അവർ ഇളക്കും. കാരണം ദേവി ആദ്യമേ അങ്ങോട്ടൊക്കെ ആയിരിക്കും സന്ദർശിക്കുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ അവിടേക്ക് എത്തുമ്പോൾ എങ്ങനെ പോലും രാവിലെ ആവും കേട്ടോ. ഞാൻ എല്ലാ വ്ളോഗും എടുത്തിട്ടുണ്ട്. അപ്പം ഞങ്ങളൊക്കെ എല്ലാ വർഷവും ഈ ജംഗ്ഷൻ വരെ പോകും കേട്ടോ. കൂടെ പോയി അതെല്ലാം കാണും, ചെണ്ടമേളവും എല്ലാം കാണും. എല്ലാ പ്രാവശ്യവും ശിങ്കാരി മേളം ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്രാവശ്യം ശിങ്കാരി മേളം ഇല്ലായിരുന്നു, അതിനൊരു ചെണ്ടമേളം ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ പോയി കണ്ടിട്ട് വന്നോളൂ. എല്ലാവരും എന്താ പടുക്ക വെച്ചിട്ടുണ്ട്. ഈ ഒരു ഭാഗങ്ങളിലൊക്കെ ആദ്യമേ എടുക്കും കേട്ടോ. പടുക്ക ആദ്യമേ ഈ ഭാഗത്തൊക്കെ ആയിരിക്കും എഴുന്നള്ളത്ത് വരുന്നത്. അപ്പം ദേവി അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് നമുക്കിതാ അറിയാം, നമ്മുടെ ചേച്ചി കേട്ടോ, രേഷ്മ ചേച്ചിയാണ്, ജാനിക്കുട്ടിയാട്ടോ. രേഷ്മ ചേച്ചിയുടെ മോളാണ് കേട്ടോ. ഭയങ്കര ക്യൂട്ടാണ് ആൾ, നല്ല സ്മാർട്ടാണ് കേട്ടോ. അവൾക്ക് 2 വയസ്സ് ഉള്ളൂ. അപ്പം ഞങ്ങളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എഴുന്നള്ളത്തിലാണ് കേട്ടോ ജംഗ്ഷൻ. ഇവിടം വരെ ഞങ്ങൾ നിൽക്കും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ പോവും. ബാക്കി എഴുന്നള്ളത്ത് അങ്ങ് നടക്കും കേട്ടോ. ഇതിപ്പോൾ സമയം എങ്ങനെ പോയാലും 1 മണി കഴിഞ്ഞിട്ടുണ്ട്. ചെണ്ടമേളക്കാരൊക്കെ കയറി വരുന്നുണ്ട്. ഇനി എല്ലാവരും ഈ ചെണ്ടമേളക്കാരും കുത്തിയോട്ട പിള്ളേരും എല്ലാവരും, പിന്നെ അതിൻ്റെ കൂടെ അകമ്പടി സേവിച്ച് പോകുന്ന എല്ലാ ആൾക്കാരും അങ്ങ് പോവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് അടുത്ത ദിവസമായിരിക്കും കേട്ടോ എഴുന്നള്ളത്ത്. ഇനി നമ്മുടെ വീട്ടിലൊക്കെ എത്തുമ്പോൾ രാവിലെ ആവും. എല്ലായിടവും പോയിട്ടൊക്കെ വരത്തുള്ളൂ. ഇപ്പോൾ സമയം എങ്ങനെ പോയാലും 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എഴുന്നള്ളത്ത് ആ വഴി പോയി ഞങ്ങളിതാ വീട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ജംഗ്ഷനിൽ വേറൊരു പടുക്ക വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാം ഞാൻ ജസ്റ്റ് എടുത്ത് പോയിട്ടുണ്ട്. ഫുൾ ഓണാണ് കേട്ടോ. ഞങ്ങളുടെ ഏരിയ ഫുൾ ഓണാണ്. ഈ ഉത്സവ ടൈമെന്ന് പറയുമ്പോഴത്തേക്ക് ഫുൾ ലൈറ്റ്സും കാര്യങ്ങളാണ്. ഒരു സൈഡ് പയ്യന്മാരുടെ ഡാൻസും മേളവും ഒക്കെയാണ്. അതൊക്കെ ഒരു രസമല്ലേ. നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് പോകാം. നമ്മുടെ ഏരിയ എത്തി. ഫുൾ ലൈറ്റ്സ് ആണ് ഗൈസ്, ഫുൾ ലൈറ്റ്സ്. ഇതൊക്കെ
അപ്പോൾ ഈ പരിസരത്ത് മിക്കവരും അങ്ങനെ ഉറങ്ങാറില്ല കേട്ടോ. കാരണം എഴുന്നള്ളത്തൊക്കെ വരാൻ അതിനൊക്കെ വേണ്ടിയിട്ട് എല്ലാവരും ഇപ്പോഴേ റെഡി ആയിട്ടിരിക്കും. പിന്നെ ഈ പടുക്ക വെച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഞങ്ങളുടെ ഏരിയയിൽ പയ്യന്മാർ വെച്ചേക്കുന്ന പടുക്കയാണ് കേട്ടോ ഇത്. എല്ലാ പ്രാവശ്യം അടിപൊളിയായിട്ട് വയ്ക്കും. അവരുടെ എഫേർട്ട് അത് സമ്മതിച്ചേ പറ്റൂ. നല്ല രീതിയിലാട്ടോ വയ്ക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ എടുത്തതിനേക്കാളും നേരിട്ടാണ് അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത്. അടിപൊളിയായിട്ടാണ് ഇവർ വയ്ക്കുന്നത്. എല്ലാ വർഷവും വയ്ക്കാറുണ്ട്. പടുക്കയൊക്കെ അടിപൊളിയായിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ ഇവരാരും ഉറങ്ങാറില്ല കേട്ടോ. ഇവരൊക്കെ രാത്രി രാവിലെ വെളുക്കുന്നവരെ ഇങ്ങനെ ഉണർന്നൊക്കെ ഇരിക്കും. പിന്നെ പാട്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരേ വൈബാണ് കേട്ടോ ഇവിടെ എല്ലാവരും. അപ്പോൾ അതാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോവാം. കേട്ടോ ഇവിടെ ഫുൾ ലൈറ്റ്സ് ആട്ടോ. നമ്മുടെ വീടിൻ്റെ മാവിൽ ഫുൾ ലൈറ്റ്സാണ്. എന്ത് രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുവാണ് കേട്ടോ വീട്ടിൽ. ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോയി ഏറ്റവും വിഷമിക്കുന്ന ഒരാൾ എൻ്റെ പൂപ്പിക്കുട്ടനാണ്. അവൻ ഭയങ്കര വിഷമമാണ്. അതുമാത്രമല്ല കേട്ടോ, ഇത്രയും പേര് നമ്മൾ ആര് പുറത്ത് പോയി വന്നാലും എന്നെ കണ്ടു കഴിഞ്ഞാൽ ബാക്കി ആരും മൈൻഡ് ചെയ്യത്തില്ല, നേരെ എൻ്റെ അടുത്തേ വരത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ ചില ശ്രുതി പറയും, ഇടയ്ക്കിടയ്ക്ക് പറയും, ഇവിടെ നന്ദിയില്ലാത്തവനെന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. ഇപ്പോൾ നോക്കിക്കോണേ, അവരുടെ അടുത്ത് പോയി നിൽക്കും. ഇപ്പം എന്നെ കണ്ടോടെ ഇപ്പം എൻ്റെ അടുത്ത് ഓടിച്ചാടി വരും, മൈൻഡിലൊക്കെ ഉണ്ടോ. അതാണ് കേട്ടോ. അവൻ ഭയങ്കര സ്നേഹമാണ് കേട്ടോ, എൻ്റെ ജീവൻ അവൻ. ചുണ്ടരി പെണ്ണാണേ, എൻ്റെ ചക്കട മോനാണേ, വണ്ണല്ലോ. ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നലെ നമുക്ക് രാത്രി ദേവി പുറത്ത് എഴുന്നള്ളിയ സമയം, അതായത് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങിയത് 12:30-1 മണിയായി കേട്ടോ. അപ്പോൾ നമ്മുടെ അവിടെ എത്തുമ്പോൾ എങ്ങനെ പോയാലും ഇതിപ്പോൾ സമയം നോക്കട്ടെ, ഇപ്പോൾ ടൈം 6:45 കഴിഞ്ഞിട്ടുണ്ട്. 7:30 ആകുമ്പോൾ എത്തും എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എല്ലാവരും ഇതാ വച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട്, കാണിക്കാൻ. ഇത് അവനെ കൂട്ടിൽ അടച്ചിട്ടേക്കുന്നതൊന്നും അല്ല കേട്ടോ. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യമാണ് അവനെ കൂട്ടിലിടുക എന്നുള്ളത്. അവനെ ഓപ്പണായിട്ട് കിടക്കുന്നതാണ് എനിക്കിഷ്ടം. ഇങ്ങനെ ഇട്ടേക്കുന്ന കാരണം എന്ന് വെച്ചാൽ ഇവൻ്റെ ഒന്നാമത്തെ കാര്യം ഉത്സവം ചെണ്ടമേളം കേൾക്കുന്നതൊക്കെ ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അവൻ പേടിച്ചിറങ്ങി ഓടാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അവനെ ജസ്റ്റ് ഇരുന്നൊക്കെ അവിടെ കാണാനാണ് ഞാൻ അങ്ങനെ അവിടെ മറച്ചിട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇതാ ടാറ്റയൊക്കെ കാണിച്ചിട്ടുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ പടുക്ക ഇവിടെ റെഡിയാണ്. നമ്മളെല്ലാവരും ഇവിടെ റെഡിയാണ്. നമ്മുടെ പരിസരത്തുള്ള എല്ലാവരും റെഡിയാണ്. ദേവി ഇപ്പം എഴുന്നള്ളത്ത് ഇവിടെ എത്തും കേട്ടോ, ദേവിയുടെ എഴുന്നള്ളത്ത്.
ഇതെന്ന് പറയുന്നത് പറയിടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ വർഷവും മുടങ്ങാതെ ഇടുന്നതാണ്, പറയിടാറുണ്ട്. അത് ഭയങ്കര ഐശ്വര്യത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പം പറയിടുന്നതാട്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഒരു ഫ്രൂട്ട്സും ആന കഴിച്ചില്ല കേട്ടോ. സാധാരണ എല്ലാം കഴിക്കുന്നതാണ്. പക്ഷേ ഞാൻ ഈ തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, എന്തോ ഒരു പെശക് എനിക്ക് ഫീൽ ചെയ്തു തോന്നുന്നു. അപ്പം എഴുന്നള്ളത്തിൻ്റെ ഇടയിൽ രാത്രി ഏതോ സമയത്ത് ചെറുതായിട്ട് ഇടഞ്ഞെന്നൊക്കെ വേണമെങ്കിൽ പറയാം, ചെറിയ രീതിയിലെന്തോ ഇടഞ്ഞെന്നാണ് അറിഞ്ഞത് കേട്ടോ. അപ്പം ആനയെ നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല. അത് എത്രയെന്ന് വെച്ചാണ് സഹിക്കുന്നത്, ഈ ചൂട് കൊണ്ട് നടക്കുന്നതൊക്കെ അല്ലേ. എന്തായാലും ആർക്കും ഒന്നും പറ്റിയില്ല. അപ്പോൾ ഇതായിരുന്നു കേട്ടോ നമ്മുടെ വ്ളോഗ്. അത്യാവശ്യം എനിക്ക് തോന്നുന്നു ലെങ്ത് ഉള്ള ഒരു വീഡിയോ ആണ്, ലോങ് ആണ് കേട്ടോ സംഭവം. എന്തായാലും നമ്മുടെ വീട്ടിലെ അവിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ്. കുഞ്ഞിലേ മുതലേ ഉത്സവം എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. ഇവിടെ കാവിൽ ദേവി ക്ഷേത്രം എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ ഒരു വർഷത്തെ ഉത്സവം അവിടെ കഴിഞ്ഞു. എഴുന്നള്ളത്ത് ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. ഇന്നലെ തൊട്ട് ഞാൻ എടുക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. അതായത് ദേവി പുറത്ത് എഴുന്നള്ളുന്നത് തൊട്ട് ഇപ്പം നമ്മുടെ അവിടെ വീട്ടിലൊക്കെ പടുക്ക വെച്ച് വരുന്നത് വരെയുള്ള എല്ലാം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റാ.